യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സമയത്താണ് ശ്രീമാൻ MK രാഘവൻ, ശ്രീമാൻ K കരുണാകരൻ ലീഡറിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി മാടായി തിരുവർക്കാട്ട് ദേവസ്വത്തിന്റെ 25 ഏക്കർ സ്ഥലത്ത് തുടങ്ങിയ ആ കോളേജ് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന കോളേജാണ്. 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയങ്ങാട്, മാടായി, മാട്ടൂൽ, ഏഴോം, ചെറുതാഴം, കുഞ്ഞുമംഗലം പോലുള്ള പ്രദേശങ്ങളിലെ മലയോര മേഖലയടക്കമുള്ള പ്രദേശങ്ങളിലെ 10,000-കണക്കിനായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്താൻ, പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത ഒരു കോളേജാണത്. ആ കോളേജിനെ അതിൻ്റെ തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2-3 ദിവസമായി ഇന്ന് വളരെ ഒരുപക്ഷെ ഏറ്റവും മൃഗീയവും പൈശാചികവുമായ തരത്തിൽ അതിൻ്റെ ചെയർമാനായിട്ടുള്ള MK രാഘവൻ എന്ന് പറയുന്ന KPCC ജനറൽ രാഷ്ട്രീയകാര്യ സമിതി അംഗവും കേരളത്തിൽ തന്നെ ഏറ്റവും ജനകീയനായ MP 800 വോട്ടിൽ നിന്ന് 1.5 ലക്ഷം വോട്ടിലേക്ക് അദ്ദേഹം 3 തവണയായി ലക്ഷക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും വിജയിച്ച് കടന്നു വരുന്ന MK രാഘവന്റെ ജനപ്രീതിയും ജനകീയതയും ഒരുപക്ഷെ അസൂയാലുക്കളായി കണ്ട ഒരുപറ്റം ആളുകളാണ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി വകയിരുത്താനുള്ള ശ്രമഫലവുമായി മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിലായി മാടായി കോളേജ് തകർക്കാൻ ഈ കൂട്ടർ മുന്നോട്ട് വന്നിരുന്നു. ഒരുപക്ഷെ തിരുവർക്കാട്ട് ദേവസ്വം കേസ് കൊടുത്തും അതിന് പിന്നാമ്പുറത്ത് നടന്നും അത് പൊളിച്ചു കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടായപ്പോഴും ആ കോളേജില് കണ്ണിലെ കൃഷ്ണമണി പോലെ ജീവനുപോലും സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള മാടായി കോളേജ്, ആ കോളേജിനെ തകർക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കോളേജ് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നമ്മൾ പോകാൻ തയ്യാറാണ്. അതിന്റെ ചെയർമാനായിട്ടുള്ള MK രാഘവൻ 1 രൂപ പോലും കൈക്കൂലി വാങ്ങാൻ ഇന്നേവരെ 45 വർഷക്കാലമായി അദ്ദേഹം ആ കോളേജിന്റെ ഭാഗമായും ഭാഗമല്ലാതെയും നിൽക്കുന്നു. ഇന്നേവരെ 1 രൂപയുടെ അഴിമതി പോലും അദ്ദേഹത്തിനെതിരെ പറയാൻ സാധിക്കാത്ത രാഷ്ട്രീയത്തിന് പക്ഷേ കപട മേധാവികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ജൽപ്പനങ്ങളെ ജനങ്ങൾ തള്ളിക്കളയും. 3 ദിവസമായി MK രാഘവന്റെ കോലം കത്തിക്കുന്നു. MK രാഘവന്റെ കോലത്തിന് മുകളിൽ കാർക്കിച്ചു തുപ്പുന്നു, അടിക്കുന്നു. ഇത്ര പൈശാചികമായ രീതിയിൽ ഒരു വ്യക്തി ഹത്യ നടത്തുന്ന ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മൾ നടത്തുന്നത്. ഞങ്ങൾ ആരെയും ന്യായീകരിക്കുകയല്ല, മറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം മലബാറിലെ ഉത്തര മലബാറിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ തലയെടുപ്പോട് നിൽക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാനാണ് ഈ 100 കണക്കിന് ആളുകളും തടിച്ചുകൂടിയത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിനകത്ത് പഴയങ്ങാടി പോലത്തെ ടൗണിനകത്തേക്ക് കടന്നു വന്ന് ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 21ാമത്തെ വയസ്സിലാണ് ശ്രീ MK രാഘവൻ എന്ന് പറയുന്നത് ഇന്നത്തെ കോഴിക്കോടിൻ്റെ ഏറ്റവും ജനകീയനായിട്ടുള്ള MP. നമ്മുടെ പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന തരത്തിലേക്ക് പാരലൽ കോളേജായി ഒരു സ്ഥാപനം ആരംഭിക്കുകയും അത് പിന്നീട് പടിപടിയായി ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു കോളേജായി മാറ്റുന്നതിലേക്കുള്ള ഒരു സാഹചര്യം മുന്നോട്ട് പോയി.